ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് 11 മണിക്ക് നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. CM ഏകദേശം 1.25 മണിക്കൂറോളം സംസാരിച്ച വിഷയമെന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തവും ആ ദുരന്തത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്ന സർക്കാർ ചെലവഴിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെലവാക്കാൻ പോയി എന്ന് പറയുന്ന, ഒരു ശവശരീരം കുഴിച്ചിടാൻ 75,000 രൂപയാണ് ചെലവ് എന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെ വളരെ മോശമായ രീതിയിൽ സർക്കാർ കൊടുത്ത ഒരു പ്രപ്പോസലിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിനെ ദുരിതാശ്വാസ സമയങ്ങളിൽ സഹായിക്കുന്ന ജനങ്ങളുടെ മനസ്സിലും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. അതിൽ ഉള്ള നല്ല ശക്തമായ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ആ പ്രതിഷേധം രേഖപ്പെടുത്തണം. രണ്ടാമത്തെ എൻ്റെ ഒരു റിക്വസ്റ്റ്, മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ ഫണ്ട്, സഹായ ഫണ്ട്, ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. കോടിക്കണക്കിന് രൂപ, 25,000 തൊട്ട് 5 ലക്ഷം വരെ വാങ്ങിക്കൊടുത്ത കേസുണ്ട്. സത്യത്തിൽ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ചികിത്സാ സഹായ ഫണ്ട് ആളുകൾ അറിഞ്ഞിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രചരണത്തിലേക്ക് ദയവായി നിങ്ങൾ പോകരുത്. കാരണം ഈ സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കറിയാം അത് കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആശ്വാസം. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റാണ്, ആ സംഗതിയെങ്കിലും നിലനിർത്തി പോകണം. കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഇനിയും നിങ്ങൾ പറ്റാവുന്ന സഹായം നൽകണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.